ജിമ്മി, ഏറെക്കുറെ ഇപ്പോൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ലേ? ഏതാണ്ട് ഏറെക്കുറെ അങ്ങനെ പറയാം. ലൈംഗിക ആരോപണം അടക്കമുള്ള വിഷയങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് കേരളത്തെ ചൂഴ്ന്നു നിന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതേസമയം വന്യജീവി പ്രശ്നവും അഴിമതിയും മറ്റുമൊക്കെ 5 വർഷത്തെ ഒരു സർക്കാരിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, പ്രതിപക്ഷത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളാണ്. സമഗ്രമാണ്. ഇതിൽ വേണമെങ്കിൽ ഒരു 10 കൂടെ കൂട്ടാം. പക്ഷേ ഇതായിരിക്കും ഇതിനൊരു സ്റ്റാൻഡേർഡ് സൈസ് എന്ന് തോന്നുന്നു. മിക്കവാറും എല്ലാം നമ്മൾ തൊട്ടിട്ടുണ്ട്. ആണ് സ്മൃതി, അതിന് വിഷയങ്ങളിൽ നമുക്ക് എത്ര വിഷയങ്ങൾ വേണമെങ്കിലും ആവാം. സ്ഥാനാർത്ഥിയുടെ വ്യക്തി മികവ്, അതേപോലെ അവരുടെ ജാതി സമുദായ വാക്യങ്ങൾ, ഇതൊക്കെ വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് പഠനങ്ങളുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താറുണ്ട്. വേണമെങ്കിൽ അതാവാം നിശ്ചയിക്കുന്നത്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. കാര്യം നാളെ എന്ത് സംഭവിച്ചാലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും, അത് വേറെ കാര്യം. അതെ, രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ ഓരോ ദിവസം നടക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ അതെങ്ങനെ സ്വാധീനിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അവരെങ്ങനെ പ്രതികരിക്കുന്നു, മാത്രമല്ല നമ്മൾ ദിവസം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണോ യഥാർത്ഥത്തിൽ ജനം ചർച്ച ചെയ്യുന്നതിനുള്ളൊരു ഉത്തരം കൂടി നമുക്ക് കിട്ടും. അതെ, മാത്രമല്ല ഇനി ഈ ഓപ്ഷനുകളൊന്നും അല്ലെങ്കിൽ മറ്റുള്ളവ എന്നൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാം. ഇതിന് അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സർവേ ആണ്. ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് അത് ആരംഭിക്കാം. നിശ്ചിത സമയമില്ല. 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പരമാവധി വോട്ടുകൾ രേഖപ്പെടുത്തുക. ആദ്യത്തെ ഘട്ട റിസൾട്ട് വരുന്നത് ഏകദേശം 10 ദിവസത്തോടടുപ്പിച്ചായിരിക്കും. അത് വരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ പ്രേക്ഷകരെ അറിയിക്കാം. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. MLA-മാരെ റേറ്റ് ചെയ്യുമ്പോൾ ഷഫീഖ്, അത് കൃത്യമായി ആ സമയത്ത് തന്നെ അവർക്ക് അറിയാൻ പറ്റൂല്ലേ? ഓരോ ആളുകൾ റേറ്റ് ചെയ്യുന്ന സമയത്തിന്റെ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ അത് അപ്ഡേറ്റഡ് ആയിരിക്കും. ഒരു കാരണം നമ്മൾ ആദ്യമേ തന്നെ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ഒരു MLA-യുടെ റേറ്റിംഗ് കുറവോ മികവോ എന്നുള്ളത് ഇപ്പോൾ നിശ്ചയിക്കാൻ കഴിയില്ല. ഈ പോള് തീരുന്നതുവരെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇതിന് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ MLA-ക്ക് ഇത്ര മാത്രമേ മാർക്കുള്ളല്ലോ എന്ന് കരുതി രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ദയവ് ചെയ്ത് ദുരുപയോഗം ചെയ്തു. അത് നമുക്ക് പ്രത്യേകം ഉത്തരവാദിത്വം നമുക്കില്ല. കാരണം ഇത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻ പ്രോഗ്രസ് ആയ ഒരു പ്രക്രിയയാണ്. ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഭയക്കുന്ന ഒരേ ഒരു കാര്യം, അല്ലേ? ഇതിന് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും പറ്റും, മോശമായും കൈകാര്യം ചെയ്യാൻ എല്ലാ ഡിജിറ്റൽ സംവിധാനമാണ്. അപ്പൊ എല്ലാവർക്കും ഇതിനെ സത്യസന്ധമായും സുതാര്യമായും കൈകാര്യം ചെയ്താൽ നമ്മളൊരു നല്ല സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ദിവസം ഇത്ര ദിവസമായി രേഖപ്പെടുത്തും. നിശ്ചിത ദിവസങ്ങൾ പിന്നിടുന്നതിനനുസരിച്ചുള്ള ഓരോ അപ്ഡേറ്റ്സ് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാം. 2 ദിവസം 3 ദിവസം എന്നുള്ള അറിയിക്കാമല്ലോ. അപ്പോൾ അത് അവിടെ കിടക്കും. എത്രയായാലും യഥാർത്ഥ അവസാനത്തെ ദിവസമാണ് പുറത്ത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഈ പ്രോഗ്രസ് ചെയ്യുന്നതിന് മുമ്പ് മറ്റേതെങ്കിലും പേജുകളിലൂടെ വരുന്ന ഡാറ്റയ്ക്ക് നമ്മൾ ഉത്തരവാദികളായിരിക്കില്ല. ഞങ്ങളുടെ തന്നെ ഡിജിറ്റൽ വിങ് ഇതിന്റെ കൃത്യമായ റിസൾട്ട് കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കാർഡുകളിൽ അറിയിക്കുന്നതായിരിക്കും. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാവും. ഈ OTP വരുമ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്, അനാവശ്യമായിട്ട് OTP വരുന്നതിനോട് നിങ്ങൾ റിയാക്ട് ചെയ്യരുതെന്ന് പറയാറുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കിത് പൂർണ്ണമായും വിശ്വസിക്കാം, ഇതൊരു സ്കാം അല്ല. അതുകൊണ്ട് തന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ OTP ചോദിച്ചു വെബ്സൈറ്റിൽ പോയി നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് OTP ചോദിക്കുമ്പോൾ ആ OTP നമ്പർ നമ്മുടെ സൈറ്റിൽ അടിച്ചു കൊടുത്തോളൂ. അതിൻ്റെ പേരിൽ നിങ്ങളുടെ സമ്പത്തൊന്നും നഷ്ടപ്പെടില്ല. അതേസമയം ഏതെങ്കിലും വിധത്തിലൊരു മാനിപ്പുലേഷൻ ഇതിനകത്ത് നടക്കുകയാണെങ്കിൽ, മാസായ വോട്ടിംഗ് നടക്കുന്നു, മറ്റേതെങ്കിലും വിധത്തിൽ ഒരു മാനിപ്പുലേഷൻ നടത്തുകയാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു വലിയ IT വിങ് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതും കൃത്യമായിട്ട് നമുക്ക് നോക്കാൻ സാധിക്കും. അതും നമ്മൾ പരമാവധി നമുക്ക് അതിന് എറർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. പക്ഷേ ഒരാൾക്ക് ഇതിന് തുനിഞ്ഞിറങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഘട്ടത്തിലും തുനിഞ്ഞിറങ്ങാൻ പറ്റും. പക്ഷേ ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വയ്ക്കുന്ന വളരെ സുതാര്യമായ ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒരു ഡിജിറ്റൽ കാലത്താണ്. ഭാവി കാലത്ത് തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോൾ നമ്മൾ ബാലറ്റ് ബോക്സിൽ നിന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് എത്തി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഡിജിറ്റൽ വോട്ടിംഗിലേക്ക് പരിണമിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അമേരിക്കയിലടക്കം പലയിടങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്ന് തിരിച്ച് ബാലറ്റ് മെഷീനിലേക്ക് പോകുന്നുണ്ട്. ഡിജിറ്റൽ വോട്ടിംഗിലേക്ക് ചില രാജ്യങ്ങൾ പോകുന്നുണ്ട്. സോ ഒരു ഡിജിറ്റൽ വോട്ടിംഗ് പരീക്ഷണമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലേ? ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതാണ് ഈ OTP നമ്മൾ വെക്കുന്നത്. ഒരാൾക്ക് ഒരു വോട്ട്, വൺ മാൻ വൺ വോട്ട്, വൺ വുമൺ വൺ വോട്ട്. അത് നമ്മൾ വികസനമുണ്ട്, വിവാദമുണ്ട്. അത് പക്ഷേ 1 മൊബൈൽ 1 വോട്ടായി മാറ്റരുത് ദയവ്. അത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. പൂർണ്ണമായും നമ്മൾ പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു സംവിധാനത്തിലേക്ക് ഇറങ്ങുന്നത്. പ്രേക്ഷകർക്ക് വിശ്വസിക്കാം, നമ്മളുടെയും നിങ്ങളുടെയും ഇടയിൽ ഈ സാങ്കേതിക വിദ്യ അല്ലാതെ മറ്റൊരു ഏജൻസി ഇല്ല. അതുകൊണ്ടൊരു ഏജൻസിയുടെ രാഷ്ട്രീയ താല്പര്യമോ ഏജൻസിയുടെ കുതന്ത്രമോ ഏജൻസിയുടെ പരിമിതിയോ ഈ റിസൾട്ടിനെ ബാധിക്കില്ല, അല്ലേ? സാധാരണ വളരെ കുറഞ്ഞ സാമ്പിൾ സൈസ് 200, 300 എന്നൊക്കെയാണ് വലിയ സംസ്ഥാനതല വോട്ടെടുപ്പിലൊക്കെ സാമ്പിൾ സൈസുകൾ ഒന്നുമില്ലാതെ തന്നെ ആം ചെയർ സർവേ നടത്തുന്ന ഏജൻസികളുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു സാമ്പിൾ, കാരണം കേരളത്തിലെ മുഴുവൻ ആൾക്കാരെ ഉപയോഗപ്പെടുത്തിയ ഒരു സാമ്പിളോട് കൂടിയിട്ട് ഒരു വോട്ടിംഗ് സംവിധാനം ആദ്യമായിട്ടായിരിക്കും. ഇത് ജനങ്ങൾക്ക് ഒരു അവസരമാണ്. അതെ.
കാരണം ഈ ഇലക്ഷന് മുൻപ് ഒരു ട്രെൻഡ് അവർക്ക് കിട്ടും. അതെ, ഒരു ഫീൽ എന്താണ് മൊത്തത്തിൽ ഓരോരുത്തരും സംസ്ഥാനം സത്യസന്ധമായി വോട്ട് ചെയ്താൽ കറക്റ്റ് ട്രെൻഡ് കിട്ടും. അതെ വളരെ കൃത്യമായി കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, ഇത് ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലത്തെ നിലവിൽ നിശ്ചയിക്കുന്ന ഒന്നല്ല. അതാ ഈ നിമിഷം തിരഞ്ഞെടുപ്പ് നടന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ ചോദ്യമാണ്. നിങ്ങളുടെ MLA നിങ്ങൾക്ക് ആത്മാർത്ഥമായി തന്നെ നിങ്ങൾക്ക് റേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഉഷാറായി വരിക, വോട്ട് രേഖപ്പെടുത്തുക, അല്ലേ? ഡിജിറ്റൽ വോട്ടായിട്ട് ആ വോട്ട് രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ അവതരിപ്പിക്കുന്നു. ചോദ്യങ്ങൾ ബാക്കി കൂടിയുണ്ട്. ഇനി ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യമാണ് നമ്മൾ കവർ ചെയ്തത്, ഡീറ്റെയിൽ ആയിട്ട് പോയി അല്ലേ? ഇനി ഓരോ ചോദ്യങ്ങളുടെയും പ്രസക്തി എന്താണ് എന്ന് കൂടി നോക്കാം. ഒരു ചോദ്യം ഇതായിരുന്നു, ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഏറ്റവും വിഷയങ്ങളാണ് നമ്മളിപ്പോൾ ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വെച്ചത്.